നവംബർ 13 വെള്ളിയാഴ്ച ഒമാൻ മലയാളം അപ്ഡേറ്റ്സ്. 21 ദിവസത്തെ എക്സ്പ്രസ് വിസയും കുടുംബ വിസയുമൊക്കെ അനുവദിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ ഒമാനിൽ. പല ആളുകൾക്കും കുടുംബങ്ങളെ കൊണ്ടുവരാനുള്ള പുതിയ അവസരം ഈ നവംബർ 8 മുതൽ ഒരുങ്ങുകയും ഈ ഞായറാഴ്ചയാകുമ്പോൾ ഒരാഴ്ച പൂർത്തിയാവുകയുമാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അതിർത്തികൾ കൂടി കര അതിർത്തികൾ കൂടി തുറക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത് തുറന്നപ്പോൾ ആഹ്ലാദം പഴയ ഒരു സാഹചര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ പോവുകയാണ്. സന്തോഷത്തിൻ്റെ ഘട്ടത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു എന്ന് സൂചനയാണ്. എന്നാൽ ഇപ്പോൾ അതിർത്തി വഴി ഏതൊക്കെ വിസക്കാർ പോകണ്ട എന്നുള്ള റിവ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും റെസിഡൻസ് വാലിഡ് വിസ ഉള്ളവർക്ക് അതിർത്തി വഴി കര അതിർത്തി വഴി ഒമാനിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വദേശിക്കും വിദേശിക്കും ഒന്നും ഒരു തകരാറും അക്കാര്യത്തിലില്ല. പക്ഷേ വ്യവസ്ഥകൾ പാലിക്കണം. 96 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ് ഉണ്ടായിരിക്കണം. അതിർത്തി കടന്നാൽ വീണ്ടും PCR എടുക്കണം. 7ാമത്തെ ദിവസം 7 ദിവസം വരെ ഹോം ക്വാറന്റൈൻ നിർബന്ധമായും അനുഷ്ഠിക്കണം. 8ാമത്തെ ദിവസം വീണ്ടും PCR എടുത്തിട്ട് നെഗറ്റീവാണെന്ന് തെളിയിച്ചാൽ മാത്രമേ പുറത്തു പോകാവൂ. അതല്ലെങ്കിൽ വീണ്ടും 14 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം പോസിറ്റീവായി പോയാൽ. ഇത്തരം നിയമങ്ങളൊക്കെ ഒന്ന് അനുസരിച്ചിട്ടാകണം കര അതിർത്തി തുറന്നു എന്ന് കരുതിയിട്ട് വരേണ്ടത് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് വന്നിട്ട് 7 ദിവസം നിർബന്ധമായും ക്വാറന്റൈൻ വേണമല്ലോ. ഈ കാലയളവിൻ്റെ ശമ്പളം കിട്ടുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. വ്യക്തമായിട്ടും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതിനെ സിക്ക് ലീവാക്കി കാണാൻ പറ്റില്ല. നിങ്ങളുടെ ബാലൻസ് ലീവ് ഉണ്ടോ, അതിനകത്തുനിന്ന് കുറയ്ക്കാനേ പറ്റൂ എന്ന അർത്ഥത്തിലാണ് രാജ്യം കണക്കാക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. നാളെയും മറ്റന്നാളും ശനിയും ഞായറും ശക്തമായ മഴ, കാറ്റ്, കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം, ഇടിയോടുകൂടിയ മഴ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഒരു അതിശക്തമായ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അൽ തായിബാത്ത് എന്ന അതിന് പേരിട്ടിരിക്കുന്നത്. അൽ തായിബാത്ത് കാരണം അത്രയും ശക്തമായതുകൊണ്ടാണ് ആ പേര് കൊടുത്തത്. മസ്കറ്റിലും മുസന്തത്തും ബാത്തിന നോർത്തിലും സൗത്തിലും ബുറൈമിയിലും ദഹീറയിലും ഷാർക്കിയ നോർത്തിലും സൗത്തിലും ദാഖിലിയിലുമൊക്കെ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുമെന്നും തിരമാലകൾ 2.5 മീറ്റർ വരെ ഉയരത്തിൽ ആകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. നവംബർ 15 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ആളുകൾക്ക് ഫൈൻ കൊടുക്കാതെ നാട്ടിലേക്ക് പോകാം. നേരത്തെ വിസ എക്സ്പയറിയായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുവേണ്ട ഒരു പ്രീ അപ്രൂവൽ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്യുക, ബാക്കിയുള്ള രേഖകൾ ഉണ്ടാക്കിയെടുക്കുക. പാസ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ആ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എംബസിയെ സമീപിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത് PCR എടുത്ത് എയർപോർട്ടിൽ പോവുക, കയറി പോവുക. വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ്. ഇരുപത്തഞ്ച്, 26, 27, 28 4 ദിവസം ചേർത്തുകൊണ്ട് അവധി വരികയാണ് ഈ മാസം. ദേശീയ ദിനത്തിന്റെ അവധി. എന്താണ് പ്ലാൻ? ഒരുപാട് ദൂരം യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒമാൻ വലിയ രാജ്യമാണ്. ഗൾഫിൽ തന്നെ സൗദി അറേബ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള രാജ്യം ഒമാനാണ്. ഒമാനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു തീരാത്ത നിരവധി ആളുകളുണ്ട്. 10, 20, 30 വർഷമായിട്ട് കഴിയുന്നവർ പോലും മസ്കറ്റിൽ കഴിയുന്നയാൾ സലാലയിൽ പോയിട്ടില്ല. സലാലയിലുള്ളയാൾ സൂർ കണ്ടിട്ടില്ല. സൂറിലുള്ളയാൾ മറ്റൊരു സ്ഥലമായിട്ടുള്ള സൊഹാർ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ ദൂരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ പോയി കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അകലം പാലിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഒരുപാട് പൊതുമര്യാദകൾ പാലിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചുകൊണ്ടുമൊക്കെ പോകാൻ പാടുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അത് വീണ്ടും പിഴയിലേക്ക് വരുന്നത്. ഇപ്പോൾ 12 പേർക്ക് കഴിഞ്ഞ ദിവസവും പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുന്ന രീതി ഔദ്യോഗികമായി തന്നെയുണ്ട്. ഫോട്ടോ വരും പത്രങ്ങളിൽ. ഇത്രയും ആളുകളാണ് ഈ രാജ്യത്തിന് നിയമം ലംഘിച്ചത്. മാത്രമല്ല 1000 ഒമാനി റിയാൽ, 12 പേര് ഇപ്പോൾ കുടുങ്ങി. കഴിഞ്ഞ ദിവസം അവരുടെ വിധി വന്നു. 1000 ഒമാനി റിയാൽ കൊടുക്കേണ്ടി വരും. 3 മാസം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പ്രവാസിയാണെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. 8 പ്രവാസികളും 4 ഒമാൻ സ്വദേശികളും. ഇക്കാര്യത്തിൽ നിയമത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ ഒരു കോവിഡ് നിയമങ്ങൾ ലംഘിച്ചാൽ പിടിപെടും എന്ന കാര്യം ഉറപ്പാക്കിയിരിക്കുക. അതുകൊണ്ട് ആ മര്യാദകൾ പാലിച്ചു വേണം പോകാനെന്ന് അറിഞ്ഞിരിക്കുക. 53 മില്യൺ 2,17,000 പരം ആളുകൾക്ക് ഈ വൈറസ് കയറിയതിൽ 1.3 മില്യൺ ആളുകൾ മരിച്ചുപോയി. 14 മില്യൺ 6,25,000 പരം ആളുകൾ ഇപ്പോഴും ആക്റ്റീവാണ്. അതിൽ 95,800 പരം ആളുകൾ ക്രിട്ടിക്കലാണ്. ഇന്ന് UAE 5 പേർ മരിച്ചു. 1,226 പേർക്ക്
രോഗബാധയുണ്ട്. ഒമാന്റെ കണക്കിന്ന് വന്നിട്ടില്ല, അവധിയായതുകൊണ്ട്. ഇന്നലത്തെ ദിവസം നവംബർ 12 ഇതുവരെയുള്ള കോവിഡ് കണക്കിൽ ഏറ്റവും കൂടുതൽ രോഗബാധ പ്രകടമാക്കിയ ദിവസം എന്ന കാര്യം ഓർമ്മിക്കുക. 6,43,000-ൽ പരം ആളുകൾക്ക് ഇന്നലെ രോഗബാധയുണ്ടായി. മെനഞ്ഞാന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ദിവസം, 10,185. ഇന്നലെ അമേരിക്കയിൽ മാത്രം 1,61,500-ലധികം ആളുകൾക്ക് രോഗബാധ. ഇന്ത്യയിൽ 44,000-ഓളം ആളുകൾക്ക് രോഗബാധ. ബ്രസീലിൽ 35,000-ഓളം, ഫ്രാൻസിൽ 33,000 എന്നിങ്ങനെയാണ് കണക്ക്. കോടിയേരി ബാലകൃഷ്ണൻ മാറി, എ വിജയരാഘവൻ താൽക്കാലികമായി പാർട്ടി സെക്രട്ടറി. നേരത്തെ ആകാമായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിയും പുത്രനും ഇപ്പോൾ ഒന്നാണെന്ന് മനസ്സിലായില്ലേ എന്ന് രമേശ് ചെന്നിത്തല. ജമ്മുകാശ്മീരിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. അതിന് പകരമായി 7 തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തു. ശിവശങ്കർക്കെതിരെ അന്വേഷണം, ചോദ്യം ചെയ്യൽ കസ്റ്റംസും വിജിലൻസും ഒന്നിച്ച് തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന അനുമതിയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ 26 പേർ മരിച്ചു, 5,804 പേർക്ക് രോഗബാധ, 1,822 മൊത്തം മരണസംഖ്യ കേരളത്തിൽ. ഈ നവംബർ 13 ഒമാൻ മലയാളം അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.